ഹലോ, നമ്മളിന്ന് അബുദാബിയിലെ യാസ് ഐലൻഡിൽ വന്ന കേട്ടോ. ഇത് അബുദാബിയിലെ ഏറ്റവും വലിയ, അബുദാബിയിലെ അല്ല വേൾഡിലെ ഏറ്റവും വലിയ അക്വേറിയം എന്നറിയപ്പെടുന്ന സീ വേൾഡിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പം രാവിലെ എത്തിയത്, നല്ല വെയിലുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. യാസ് ഐലൻഡിലെ ഈ സീ വേൾഡിൽ ഏകദേശം 1,00,000 പരം മറൈൻ ആനിമൽസിലെയാണ് ഇവർ ഇതിൽ റിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ആനിമൽസുമായിട്ടുള്ള. പിന്നെ ഇവർ കുറേ റൈഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ആനിമൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഈ മറൈൻ റിസർച്ചുകൾ നടത്തുകയും ആനിമൽസിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 8 റെലംസ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ട്രോപ്പിക്കൽ മുതൽ പോൾസ് വരെയുള്ള ഒരു ട്രാവൽ പോലെയാണ് നമുക്ക്. അതാണ് എൻട്രൻസ്. അവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട്, ഓൺലൈനാണെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്തിട്ട് കയറി വരണം. കയറി വരുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. മറൈൻ സ്പെഷ്യലിസ്റ്റുകളാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിസിറ്റേഴ്സിന് 35 പരം ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസസ് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ആനിമൽസുമായിട്ട് ക്ലോസ് എൻകൗണ്ടേഴ്സ് ആൻഡ് പ്രസൻറ്റേഷൻസും കൂടെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഫിഷസ്, ടർട്ടിൽസ്, സ്ട്രിംഗ് റൈസ് പോലുള്ള ഫിഷസിനെ നമുക്ക് തൊടാനും ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇതിനെ പറ്റും. പണ്ട് ലോക്കൽസ് ജീവിച്ചിരുന്നതും അവരുടെ ഫിഷിംഗ് മെത്തേഡ്സും അവർ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ബോട്ട്സും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു റിയൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെ. കുറേ സ്റ്റിംഗ് റൈസ് ഉണ്ട്. അതൊരു പാവമാണ്. ചിലതിൻ്റെയൊക്കെ സ്റ്റിങ്സ് ഇവർ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കാം. പിന്നെ നമുക്കിങ്ങനെ എത്ര ടച്ച് ചെയ്താലും ഇവരിങ്ങനെ മൂവ് ചെയ്ത് പോകുമൊന്നുമില്ല. ഇവിടെ നിന്ന് വൺ ഓഷ്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് എൻട്രൻസിലേക്കാണ് നമ്മൾ പോയത്. അത് ഇങ്ങനെ ടണൽ പോലെ ഭയങ്കര വലുതാണ്. ഒരുപാട് ഫിഷസ് ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് എത്തുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ച, അത് ഒരു ഗ്ലോബ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഭൂമിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ എൻവയൺമെൻറ്റൽ ചേഞ്ചസ് അവിടുത്തെ ആ ബിഗ് സ്ക്രീനിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ എൻവയൺമെൻറ്റിലും ജീവിക്കുന്ന ആനിമൽസിനെയും അതുപോലെ ഫിഷസിനെയും മറൈൻ എക്കോസിസ്റ്റവും ഒക്കെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് ഞങ്ങൾ കയറാൻ പോകുന്ന മൈക്രോ ഓഷ്യനിലാട്ടോ. തൊട്ട് ബാക്കിലായിട്ട് ആദ്യത്തെ ഇതിൽ കാണുന്നതും ഇതിൽ കയറാൻ പോവാം. ഇത് മൈക്രോ ഓഷ്യനാണ്. മൈക്രോ ഓഷ്യൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം
ഇങ്ങനെ ലൈറ്റ് എഫക്റ്റും കുറേ സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ട്. കൂടുതലും ഫിഷസിൻ്റെ ഒക്കെ സ്കൾപ്ചേഴ്സാണ് വെച്ചിരിക്കുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ട് ഇവിടെ എല്ലാം. ഉണ്ട്, വലിയ ഹൈറ്റൊന്നും ഇല്ല, കുട്ടികൾക്ക് കയറാൻ വേണ്ടിയുള്ളൊരു ഇതിലും കൂടെ സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ പോകുന്നു. ഇത് ഇൻഡോർ റോളർ കോസ്റ്ററാണ്, പുറത്തൂടെ ഉള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. റോളർ കോസ്റ്ററിൽ കയറിയിട്ട് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അത് 5-10 മിനിറ്റ് വരെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല രസമായിരുന്നു. വേറെ 2-3 അതുണ്ട്, പക്ഷേ കൂടുതലും വലിയ ടൈമില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അധികം ടൈം അവർ വെക്കത്തില്ല, പേടിപ്പിക്കുന്ന പോലെ ആയതുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. അടുത്തത് എൻലെസ് ഓഷ്യൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അപ്പം അവിടോട്ട് കയറാൻ പോകുന്നു. അപ്പം ഇതിങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ എസ്കലേറ്ററാണ്, ഇത് ലിഫ്റ്റല്ല, സോറി. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഴിയുമ്പോൾ ഇതാണ് വ്യൂ. നല്ല രസമുണ്ട്, കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിനൊരു സ്പേസ് ഷിപ്പിൻ്റെ കൺസെപ്റ്റ് കേട്ടോ, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പോഡാണ്, ഓഷ്യൻ സർഫസ് പോഡ് എന്നാണ് ഇവർ ഇങ്ങനെ ഓരോ സെക്ഷൻസിന് പേരിട്ടിട്ടുണ്ട്. അത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി ആൾക്കാർ ക്യൂ നിന്നാണ് കേട്ടോ പിക്ക് എടുക്കണേ. ഇത് ഓഷ്യൻ സർഫസ് പോഡാണ്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഓരോ ഫിഷസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സീ ഗോൾഡി, ഈ കുഞ്ഞി മീൻ, എന്നാ ഭംഗിയല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ്റെ ഈ ഒരു ഏരിയയിലെ ഭയങ്കര മാജിക്കലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നായിട്ടുള്ള ഈ ഒരു സെക്ഷനാട്ടോ. ഭയങ്കര ഹൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്വേറിയത്തിൻ്റെ പാർട്ടാട്ടോ അത്. ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഉള്ള സ്പേസ് ഷിപ്പൊക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ കണ്ടൊരു ഫീല് എന്ത് രസമാണ്. ഇറ്റ്സ് ലൈക്ക് മാജിക് ടണൽ. എത്ര രസമുണ്ടാകും. ഇതിനകത്ത് ഒരു എസ്കലേറ്റർ കേട്ടോ, അത് താഴോട്ടും പോകാൻ വേണ്ടിയിട്ട്. ഇത് രസം നോക്കി.
ഓഷ്യൻ്റെ ഏറ്റവും താഴെ ചെന്നിട്ട് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പം കാണുന്ന ഒരു എക്സ്പീരിയൻസ് പോലെയാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് മലയുടെ ഇടയിൽ ഒരു ഓഷ്യൻ്റെ പാർട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഇത്തിരി ഫുഡ് കഴിക്കാൻ തപ്പി നടക്കുകയാണ്. ഇവിടെ കോട്ടൺ ക്യാൻഡിയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആക്കി ചെറിയ ചെറിയ കഫേ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഓരോരോ പാർട്ടുണ്ട്. ഈ പാട്ടെന്ന് പറയുമ്പം ഡോൾഫിൻ പിന്നെ സീൽ ഇതിൻ്റെ ഷോ നടക്കുന്ന ഏരിയയാണ്. അതിൻ്റെ ഒരു തിയേറ്റർ പോലെയുള്ള ഒരു സെക്ഷനാണിത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നടക്കുക. അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലൊരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ സെൽഫ് സെർവ് കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് പേ ചെയ്യാം. ചിക്കൻ ടെൻഡേഴ്സും നാച്ചോസും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് സലാഡ്സും അല്ലാത്ത കുറച്ച് വെജ് സലാഡ്സ് ഉണ്ട്, ചിക്കൻ ഉള്ളതും ഉണ്ട്, ഫ്രൂട്ട് സലാഡ്സ് ഉണ്ട്. ഇവിടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് വാങ്ങാം. വാനില, ചോക്ലേറ്റ്, പിസ്താഷ്യോ, സ്ട്രോബെറി, ഓറിയോ. ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത്. ഷവർമ റാപ്പ്, ഒന്ന് ടെൻഡർ ചിക്കൻ, പിന്നെ ഒരു കൊക്കോകോള, പിന്നെ ഡിപ്സ്. ആ ഡോൾഫിൻ ഷോ നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫ്ലമിംഗോസ് ഉള്ളത്. അതിൻ്റെ എൻഡിൽ ഭയങ്കര ക്ലോസ് റേഞ്ചിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ടച്ച് ചെയ്താലും ഒന്നും ചെയ്യില്ല, പക്ഷേ ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്താണ് മിക്കവാറുമുള്ള കുറേ റെസ്റ്റോറൻറ്റ്സും കഫേ ഉള്ളത്. എല്ലാവർക്കും ഇങ്ങനെ വന്ന് കാണാനും ലൈവ് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. നടന്ന് ഭയങ്കരമായിട്ട് കാലുവേദന എടുത്തിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു റെസ്റ്റിംഗ് സ്പോട്ടുണ്ട്. അവിടെ വന്നിരിക്കുകയാണ്. ഇനി അബുദാബി ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്, അവിടെയും കൂടെ പോകണം. Ladies and gentlemen, the swords of courage. Wow. Hey, Lando, be careful, eh? Very sharp. Baby shark? Not baby shark, very sharp. Okay. Very sharp. Very sharp. ഓഷ്യൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ള ലുക്കാണ്. ഇതിനകത്ത് തന്നെ അന്റാർട്ടിക്കും ആർട്ടിക്കും ഏരിയ ഉണ്ട്. ഇത് അന്റാർട്ടിക് ഏരിയയിലാണ്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വ്യൂ ഉള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ.
കുഞ്ഞു കുഞ്ഞു പെൻഗിൻസ് ആട്ടോ. പെൻഗിൻസിനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ. ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് ഈ കഴുത്തിൽ ഇങ്ങനത്തെ വര മാത്രമുള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനെ ഗ്രിപ്പ് പോലെയുള്ള സാധനം, പിന്നെ ദേ മഞ്ഞ, പിന്നെ അതിൻ്റെ ഹെഡ് പോർഷനിൽ ഇങ്ങനെ ഫെതേഴ്സ് പോലെ ഉള്ള കളർ ചേഞ്ച് ഉള്ളൊരു സാധനം. പെൻഗിൻ്റെ മുട്ടയാണ്. ഓരോ പെൻഗിൻസിനും ഓരോ ടൈപ്പ് എഗ്സാണ്. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവർ. ഓരോ ടൈപ്പിൻ്റെയും ഓരോരോ എഗ്സ് വെച്ചിട്ടുണ്ട്. ഇത് പെൻഗിൻസിനെ ലൈവായിട്ട് കാണാനും ഉള്ള ഏരിയയാണ്. നല്ല തണുപ്പാണ്, കാരണം അതുങ്ങൾക്ക് സർവൈവ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഏരിയ നല്ല തണുപ്പാണ്. അന്റാർട്ടിക് റീജിയൻസിലെ ടെമ്പറേച്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. എങ്കിൽ മാത്രമേ ഈ പെൻഗിൻസിനെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ ഈ സ്പീഷ്യസിലുള്ള പെൻഗിൻസിനും സെയിം ടെമ്പറേച്ചർ അല്ല, എങ്കിലും ഒരു -40°C ഒക്കെ ഇതിനകത്ത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒട്ടും പേടിയൊന്നുമില്ല. ആൾക്കാരിങ്ങനെ ഫീഡ് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അടുത്തോട്ട് വരും. ഇതേ ഒരെണ്ണം വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ട്. കുറേ എണ്ണം അവിടെ കിടന്ന് ഉറങ്ങുന്നു, റെസ്റ്റ് ചെയ്യാണ്. ഉറങ്ങുന്നുണ്ടോ? ഇരുന്നുറങ്ങുന്നു ഒരാൾ. Excuse me, sir. ഇത് ആർട്ടിക് ഏരിയയാണ്. ആർട്ടിക് ഏരിയയിൽ അവിടെയുള്ള വൈറ്റ് ഫോക്സും ബ്ലാക്ക് ഫോക്സും ആണത്. ആ കൂട്ടിൽ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര രസമാണ് ഇതിനെ കാണാനായിട്ട്. ഇത് അവിടുത്തെ പസഫിക് വാൾറസ് എന്ന് പറയുന്ന ഒരിനമാണ്. ഇതിന് അറ്റ്ലാന്റിക് വാൾറസിനെ കാട്ടി കുറച്ചുകൂടെ സൈസും ലെങ്തും ഒക്കെ ഉള്ളൊരു ഇനമാണിത്. വലിയ തലയാണിതിന്. വൈഡർ ഹെഡ്സ് എന്നാണ് ഇവർ പറയാറ്. ഇവർ ഫീഡ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഒരു സീനാണിത്. നമ്മൾ ശരിക്കും വന്നത് ഇവിടുത്തെ ഹൈപ്പർ സ്പിയറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഹൈപ്പർ സ്പിയർ 360 എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റൈഡ് പോലൊരു സാധനമുണ്ട്. അതിൽ കയറാൻ വേണ്ടി വന്നതാണ്. ആർട്ടിക് ഏരിയയുടെ ഉള്ളിലാണ് ഈ ഹൈപ്പർ സ്പിയർ 360 ഉള്ളത്. പോയാൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര ഒറിജിനാലിറ്റിയാണ് ഇതിന്. വേറെ ഏതോ ഒരു ലോകത്ത് പോയൊരു ഫീലാണ് അതിനുള്ളത്. ഇതാണ് ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റ്. കുറേ കിളികളൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് സെക്ഷനാണ്. അപ്പം ഇതിനകത്തൂടെ കയറാൻ പോവാണ് ഞങ്ങൾ. കുറേ സെക്ഷൻസ് ഉണ്ട്. അതിൽ ഇത് നല്ല ഭംഗിയാണെന്ന് കേട്ടു. അപ്പം ഇതിനകത്തും കൂടെ കയറി നോക്കാൻ പോവാണ്. പിന്നെ കുറേ ബേർഡ്സ് ഉണ്ട് ഇതിനകത്ത്. ക്ലോസ് റേഞ്ചിൽ കാണാം അവരെ.
ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പം അവിടെ കുറച്ചുകൂടെ ക്ലോസ് റേഞ്ച് കാണാൻ പറ്റും എന്നാണ് ഇവരുടെ ഇൻഫർമേഷനിൽ കണ്ടത്. ഒന്നിനെ ഫീഡ് ചെയ്ത് ടച്ച് ചെയ്യരുത്. കൂട് വെച്ച് താമസിക്കുകയാണ് ഇവരൊക്കെ ഇവിടെ. നിങ്ങൾ അബുദാബിയിലോ ദുബൈയിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വരിക, യാസ് ഐലൻഡിലെ ഈ ഒരു സീ വേൾഡിൽ വരിക. അപ്പം നമ്മൾ ഓർക്കും ഇവിടെ ഫിഷസൊക്കെയാണ് കൂടുതലെന്ന്. ബേർഡ്സും അങ്ങനെ ആർട്ടിക്, അന്റാർട്ടിക് അങ്ങനത്തെ റീജൻസിലെ ആനിമൽസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ദുബൈയിലൊക്കെ വരുവാണെങ്കിൽ, അബുദാബിയിൽ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കാണാൻ നോക്കുക. ടിക്കറ്റ് ചാർജ് കൂടുതലാണ് ഇവിടെ, പക്ഷേ ഇതൊരു വർത്ത് വാച്ചിങ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. കുറേ ബേർഡ്സ് ഉണ്ട്, നല്ല രസമുണ്ട് എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെ നെസ്റ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ രണ്ട് എൻ്റെ തത്തമ്മ. തൊടാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പേടിയൊന്നുമില്ല. Be careful because they're